സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ തന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും അവൻ എത്രയും പെട്ടെന്ന് മനസ്സ് മാറി തിരിച്ചു വരണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ CPയോട് വന്ന് പറയുകയാണ്, അവൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, അവൻ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അവന് ഒരു കുഴപ്പമില്ല, എന്റെ മകൻ എന്നെ കാണാനായിട്ട് എത്തും. ഋഷി, ഒരമ്മയുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കാൻ ഒരു ദൈവത്തിനും പറ്റില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും വരും എന്നൊക്കെ CPയോട് പറയുന്നു. മേഡം പറയുന്നത് പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇത്രയും നാൾ എന്റെ മനസ്സിലും അവൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്നുണ്ടായിരുന്നു. പക്ഷെ നല്ലത് എന്തോ ഉള്ളതുപോലെ തോന്നുന്നു മേഡം എന്നൊക്കെ CP തിരിച്ചു പറയുകയാണ്. എന്തായാലും അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ ത്യാഗരാജനാണ് നന്ദൻ ഋഷിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൂസലും ഇല്ലാതെ അരുന്ധതിയോട് പറയുന്നു. അരുന്ധതിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ത്യാഗരാജൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മകന് എന്തെങ്കിലും പറ്റിയെന്നാണോ? അവൻ മരിച്ചു എന്നാണോ? പറയടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ അന്നത്തെ പോലെ വീണ്ടും അടി കിട്ടുമോ എന്ന് പേടിച്ചുകൊണ്ട് ത്യാഗരാജനാവട്ടെ CPയുടെ പുറകിൽ ഒളിക്കുകയാണ്. CP ആണെങ്കിൽ ത്യാഗരാജൻ ഒന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് അയാളെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും നോക്കുന്നില്ല. അങ്ങനെ താൻ ഇനി ഇതുപോലെയുള്ള വൃത്തികെട്ട സംസാരവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ തന്നെ ഞാൻ ഉറപ്പായിട്ട് തല്ലുമെന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഋഷിയുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. കണ്ടോ മേഡം, അത് ഋഷിയുടെ പ്രേതമാണെന്ന് പറയുമ്പോ ഡോ, തന്നോട് വായടക്കി വെക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ അരുന്ധതിയാണെങ്കിൽ അവന്റെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ വാതിൽ തുറന്ന് അരുന്ധതി അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഋഷി ആണെങ്കിൽ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്. അരുന്ധതി ആണെങ്കിൽ ഋഷിയെ കാണുമ്പോൾ തന്നെ ആകെ ഷോക്കാവുന്നു. എന്റെ പൊന്നുമോൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവരാണെങ്കിൽ ഋഷിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മോനെ, നീ എവിടേക്കാ? അമ്മയോട് ഒരു വാക്കുപോലും പറയാതെ ഇത്രയും നാൾ മറിഞ്ഞിരുന്നെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞ ഋഷിയാണെങ്കിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇത് കേട്ട അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ അമ്മേ, ചന്ദ്രവത്തെ കുടുംബത്തെ തകർക്കാൻ നമുക്ക് ഇതിനേക്കാൾ വലിയ ഒരു വഴി ഇനി തുറക്കാനില്ല. ഇത് തന്നെ ആയിരിക്കണം അമ്മേ നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോ, മോനെ, നിന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചവളാണ് ദേവിക. അവളെ ചതിക്കുക എന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ നോക്കേണ്ട. നമ്മളെ ചതിക്കുന്ന സമയത്തും നമ്മൾ ഇല്ലായ്മ ചെയ്യുന്ന സമയത്തൊന്നും അവരിതൊന്നും ആലോചിച്ചില്ലല്ലോ. അതുകൊണ്ടേ അമ്മ എന്നോടൊപ്പം നിന്നാ മതി. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ അവസാനം ഋഷിയുടെ പ്ലാനിങ്ങിന് കൂട്ടു നിൽക്കുകയാണ്. പിന്നെ RK നായരാണെങ്കിൽ തന്റെ പ്ലാന്റിന് അംഗീകാരം കിട്ടിയതിന് സന്തോഷത്തോട് കൂടിയിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് കുറച്ച് ഡ്രസ്സും മറ്റുമൊക്കെ ആയിട്ട് വരികയാണ്. സിദ്ധാർത്ഥനെയാണ് അയാൾ ആദ്യം തന്നെ കാണുന്നത്. അതെ സിദ്ധാർത്ഥ, ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് താനൊക്കെ ഉറപ്പായിട്ടും എത്തിയിരിക്കണം. ഇവിടുത്തെ MLA കാരണം കൊണ്ടാണ് ഇതിനൊരു തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത്. അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രസ്സും മറ്റുമൊക്കെ. ഇത് വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ താൻ മര്യാദയ്ക്ക് ഇതും കൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം വളരെ മോശമാകുമെന്നൊക്കെ സിദ്ധാർത്ഥൻ RK നായരോട് പറയുന്നു. അങ്ങനെയൊന്നും പറയല്ലേ, ഇനിയും നമ്മൾ ഒരുപാട് തവണ കാണേണ്ടവരല്ലേ, താനിത് വാങ്ങുന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ കലി വരുന്നുണ്ട്. അയാളാണെങ്കിൽ നായരോട് ഇറങ്ങി പോവാനൊക്കെ ആയിട്ട് പറയാണ്. പ്രഭാവതിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്താ സിദ്ധു, എന്താ കാര്യം? അങ്ങനെ പ്രഭാവതിക്ക് കാര്യം മനസ്സിലാവുമ്പോൾ ഇതൊന്നും ഇവിടെ വേണ്ട, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയും അയാളെ വഴക്ക് പറയുന്നു. എന്തായാലും RK നായരാണെങ്കിൽ തന്റെ ആ ഒരു പക പുറത്തെടുക്കുകയാണ്. കാരണം ഒരുപാട് തവണ ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് MLA ഓഫീസും അതുപോലെ സിദ്ധാർത്ഥന്റെ കാലൊക്കെ പിടിച്ചിരുന്നു. അങ്ങനെ അവസാനം അയാളാണെങ്കിൽ സിദ്ധുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സിദ്ധാർത്ഥ, ഞാനിത് നേടിയെടുക്കുമെന്ന്. ഇപ്പൊ എന്തായി? തന്നെ കൊണ്ട് തടയാൻ കഴിഞ്ഞോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഒന്നും പറയാനാകാതെ നാണം കെടുന്നുണ്ട്. കാരണം അത്രയ്ക്കും വെല്ലുവിളിയാണ് RK നായരുമായിട്ട് സിദ്ധാർത്ഥൻ നടത്തിയിരുന്നത്. അങ്ങനെ പ്രഭാവതിക്കാണെങ്കിൽ തന്റെ ഭർത്താവ് ആ ദുഷ്ടന് മുന്നിൽ നാണം കെടുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും മകന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു ത്യാഗം എന്നോർത്ത് അവരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സിദ്ധു, താൻ അകത്തേക്ക് വരാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. എല്ലാത്തിനും കാരണം ദേവികയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.